ദേ രാഹുലെ, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഈ ഒരു പെൺകുട്ടിയെ കാണാൻ കൂടിയേ ഞാൻ നിനക്കൊപ്പം വരൂ. ഇനി പോകുമ്പോൾ നീ നിന്റെ കൂട്ടുകാരെ ആരെയെങ്കിലും കൂടെ കൂട്ടിപ്പൊക്കോ. എന്നെ അങ്ങ് ഒഴിവാക്കിയേര് കേട്ടോ. ആഴ്ചയിൽ നിന്റെ കൂടെ പെണ്ണ് കണ്ട് എൻ്റെ ചെരുപ്പ് തേയുകയും ചെയ്തു, വയറ് കൂടുകയും ചെയ്തു. അറിയോ നിനക്ക്? പിന്നാലെ നടന്നു വാതോരാതെ പരാതി പറയുന്ന അച്ഛനെ ഒന്ന് തിരിഞ്ഞു നോക്കി രാഹുൽ. അച്ഛൻ്റെ നോട്ടവും അവനിലേക്കായി. അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരി തെളിഞ്ഞു വരുന്നത് അച്ഛനും നോക്കി നിന്നു. എന്തോ കോനഷ്ട ചോദ്യമാണ്, അച്ഛൻ ഉറപ്പിച്ചു. അപ്പോൾ ഈ പെണ്ണ് കാണലും വെറുതെയാണെന്ന് അച്ഛൻ ഉറപ്പിച്ചല്ലേ? കുസൃതി ചിരിയോടെ പുരികം പൊക്കി ചോദിക്കുന്നവനെ അച്ഛൻ സംശയത്തിലൊന്ന് നോക്കി. ഞാൻ എങ്ങനെയാടാ പെൺകുട്ടിയെ കാണുന്നതിന് മുൻപത് പറയുന്നത്? നിനക്ക് എന്താടാ? ചോദ്യത്തിനൊപ്പം അച്ഛനും പുരികം പൊക്കിപ്പിടിച്ചവനെ നോക്കി. അല്ല, അച്ഛനല്ലേ പറഞ്ഞത് അടുത്ത പെണ്ണ് കാണലിന് കൂട്ടുകാരെ കൂടെ കൂട്ടാൻ? അതിനർത്ഥം നമ്മൾ ഈ കാണാൻ പോകുന്ന ബന്ധവും നടക്കില്ല എന്നല്ലേ? ചിരിയോടെ അവൻ ചോദിച്ചതിനൊരു പൊട്ടിച്ചിരിയായിരുന്നു അച്ഛൻ. പോടാ ചെക്ക, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഇതിപ്പോ എത്രാമത്തെ പെണ്ണ് കാണലാണ്? 14ഓ 15ഓ? കണ്ട പെൺകുട്ടികൾക്കും വീട്ടുകാർക്കും എല്ലാം നിന്നെ ഇഷ്ടമായിരുന്നു. നിനക്കാണ് ആരെ ഇഷ്ടപ്പെടാത്തത്? അതിപ്പോ ഇത്രയും സുന്ദരനായ സൽഗുണസമ്പന്നനായ എന്നെ ആൾക്കാർക്ക് എളുപ്പം ഇഷ്ടാകും അച്ഛാ. അവന്റെ സംസാരത്തിൽ അച്ഛൻ്റെ മുഖത്ത് ഉവ്വേ എന്നൊരു ഭാവം തെളിഞ്ഞതവൻ വ്യക്തമായി കണ്ടു. അതവന്റെ മുഖത്തെ ചിരിയെ വർദ്ധിപ്പിച്ചു. അവൻ വീണ്ടും തുടർന്നു. എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, പക്ഷേ എനിക്ക് അങ്ങനെയല്ല അച്ഛാ. എൻ്റെ കൂടെ ജീവിതം ഷെയർ ചെയ്യുന്ന ആളെപ്പറ്റി എനിക്ക് ചില സങ്കല്പങ്ങളെല്ലാം ഉണ്ടെന്ന് അച്ഛൻ അറിയാലോ. പിന്നെ അറിയാതെ ആ സിനിമയിലെ പെണ്ണ് പറഞ്ഞ അടിവയറിലും മഞ്ഞ് വീണതുപോലെയുള്ള സങ്കല്പമല്ലേ? നീ ഈ അടുത്തെങ്ങാൻ വീഴുവോടാ മോനെ ആ മഞ്ഞ്. അല്ല, നിന്നെ ഒന്ന് കെട്ടിച്ച് നിന്റെ ശല്യം ഒന്ന് ഒഴിവാക്കിയിട്ട് വേണം എനിക്കെൻ്റെ ഭാര്യയെ കൂട്ടി നാട് ചുറ്റാനിറങ്ങാൻ. അച്ഛൻ ഈ പറഞ്ഞ അച്ഛൻ്റെ ഭാര്യ എൻ്റെ അമ്മയല്ലേ? അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭാര്യയും അച്ഛൻ്റെ ഭാര്യയും കൂട്ടി നമുക്ക് ഒരുമിച്ച് നാട് കാണാൻ പോവാം. നിങ്ങൾക്ക് നാട് ചുറ്റലുമായി, എനിക്ക് ഹണിമൂണുമായി. എങ്ങനെയുണ്ട്? നല്ല ഐഡിയ അല്ലേ? അവൻ ചിരിയോടെ അച്ഛനോട് ചോദിച്ചതിനയാൾ അവനെ കൂർപ്പിച്ചു നോക്കി. ചുരുക്കം പറഞ്ഞാൽ, ഞങ്ങളെ വിട്ട് എവിടെയും നീ പോവില്ലെന്ന്, ഞങ്ങളെ തനിച്ചു വിടില്ലാന്ന്. ഒരു ചിരി ചുണ്ടിൽ മറച്ചു പിടിച്ചാണ് അച്ഛൻ്റെ ചോദ്യം. 100% പോവില്ല അച്ഛാ. അച്ഛൻ എവിടെ പോയാലും ഞാൻ കൂടെ വരും. എനിക്ക് അച്ഛനില്ലാതെ അച്ഛനെ കാണാതെ പറ്റില്ലെന്നേ. പറയുമ്പോൾ അറിയാതെ നിറയുന്നുണ്ടായിരുന്നു അവൻ്റെ മിഴികൾ. അതുകണ്ട അച്ഛൻ്റെയും. നീ പോട ചെക്ക, എന്തെങ്കിലും പറയുമ്പോഴേക്കും കണ്ണു നിറയ്ക്കണ നീയാണോടാ പെണ്ണ് കെട്ടുന്നത്? കഷ്ടം. അവനെ തന്നോട് ചേർത്ത് നിർത്തി പിടിച്ചത് ചോദിക്കുമ്പോൾ അയാളുടെ കണ്ണ് പെയ്തൊഴിയുന്നുണ്ടായിരുന്നു. മോളെ, ദാ മോൻ കരയുന്നു. ഉറക്കം വന്നിട്ടുണ്ട് കള്ളന്. അവന് പാല് കൊടുത്തുറക്കിയ മോള്, എന്നിട്ട് കഴിക്കാൻ നമുക്ക്. രാഹുലിൻ്റെ അമ്മ നീട്ടിയ മോനെ കയ്യിൽ വാങ്ങി തോളത്തിട്ടവൾ ചുറ്റും പകച്ചു നോക്കി. അവളുടെ വിടർന്ന കണ്ണുകളിൽ നിറയെ പരിഭ്രമവും പേടിയുമാണെന്ന് കണ്ടതും അമ്മ ഒരു ചിരിയോടെ അവളെ രാഹുലിൻ്റെ മുറിയിലേക്കാക്കി. കുളി കഴിഞ്ഞിറങ്ങിയ രാഹുൽ വാതിക്കൽ പതറി നിൽക്കുന്നവളെ ഒന്ന് നോക്കി. താൻ കൊടുത്ത പുടവയണിഞ്ഞ് തൻ്റെ താലിയും കഴുത്തിലണിഞ്ഞ് കതിര് പോലൊരു പെൺകുട്ടി, അവളുടെ തോളിൽ 1 വയസ്സ് പോലും തികയാത്തൊരാൺകുട്ടി. കുട്ടിയിൽ നോട്ടമെത്തിയതും അവൻ്റെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു. അവൻ ചെന്ന് അവളുടെ കയ്യിൽ നിന്ന് മോനെ എടുത്ത് തോളിലിട്ട് തട്ടിയതും കുഞ്ഞ് കരച്ചിൽ നിർത്തി അവൻ്റെ ചൂടിലേക്ക് പതുങ്ങുന്നതവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. താനൊന്ന് ഫ്രഷായി വായോ, എന്നിട്ട് ഉറക്കാം മോനെ. അവളോട് പറഞ്ഞവൻ മോനെയും എടുത്ത് പുറത്തേക്ക് നടക്കുന്നത് അത്ഭുതത്തോടെ തന്നെയാണ് അവൾ നോക്കി നിന്നത്. കണ്ണാ മോനെ, നിനക്ക് അച്ഛനോട് ദേഷ്യമുണ്ടോ? ആരോരുമില്ലാത്തൊരു പെൺകുട്ടിയെ, അതും ഭർത്താവ് മരിച്ചൊരു കുട്ടിയുള്ളവളെ തൻ്റെ തലയിൽ കെട്ടിവെച്ചെന്ന് തോന്നുന്നുണ്ടോ? മോൻ്റെ സ്വപ്നങ്ങൾ അച്ഛൻ തകർത്തെന്ന് തോന്നിയോ? അച്ഛൻ്റെ കുറ്റബോധത്തോടെയുള്ള ചോദ്യം കേട്ടതും കുഞ്ഞിനെ എടുത്തവൻ അയാളുടെ അരികിലിരുന്നു. പണ്ട് അങ്ങനെയൊരു തോന്നൽ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞാനിന്നിങ്ങനെ എൻ്റെ അച്ഛൻ്റെ അടുത്തിരിക്കുമോ? മരിച്ചുപോയ കൂട്ടുകാരൻ്റെ മകനെയും ഭാര്യയെയും എല്ലാ എതിർപ്പുകളും തിരസ്കരിച്ച് അച്ഛൻ്റെ കൂടെ കൂട്ടിയതുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ ഈ അച്ഛനെയും എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു ഭർത്താവിനെയും കിട്ടിയത്. ഞാൻ മതി മോനായിട്ടെന്ന് തീരുമാനിച്ച അച്ഛൻ വേറൊരു കുഞ്ഞിനെപ്പറ്റി പോലും പിന്നീട് ചിന്തിച്ചില്ലല്ലോ. അയാളിലേക്ക് ചാഞ്ഞവൻ ചോദിച്ചതും അവനെ തന്നിലേക്ക് ചേർത്തയാൾ. കുറച്ച് ദിവസം മുമ്പ് പെണ്ണ് കാണാൻ പോകും വഴിയാണ് അലറിക്കരയുന്ന കുഞ്ഞിനെയും മാറോട് ചേർത്തൊട്ടി കരഞ്ഞവൾ അവർക്കരികിലെത്തിയത്. ഉറക്കത്തിനിടയിൽ കുഞ്ഞ് തൊട്ടിലിൽ നിന്ന് വീണെന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സഹായിക്കണമെന്നും പറഞ്ഞവൾ അവരുടെ കാൽ കീഴിലേക്കിരുന്നതും പകച്ചവർ.
കുഞ്ഞിനെ ഹോസ്പിറ്റലിലാക്കി നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായത്. അനാഥാലയത്തിൽ വളർന്ന അവളെ സൗന്ദര്യം കണ്ടൊരാൾ വിവാഹം കഴിച്ചു. വിവാഹശേഷം 2 മാസം കഴിഞ്ഞൊരു അപകടത്തിൽ അയാൾ മരണപ്പെട്ടു. അയാളുടെ മരണശേഷം ആ വീട്ടുകാർ ഇവളെ ഉപേക്ഷിച്ച മട്ടിലായിരുന്നു. ഇവളുടെ ദോഷം കാരണമാണ് മകൻ മരിച്ചതെന്ന് പറഞ്ഞുള്ള ഉപദ്രവമായിരുന്നു വീട്ടുകാർ. പിന്നീടാണ് അവൾ ഗർഭിണിയാണെന്നവർ അറിഞ്ഞത്. അവരുടെ മകന്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞായിരുന്നു പിന്നീടുള്ള ഉപദ്രവം. കുഞ്ഞുണ്ടായ ശേഷവും ഇതവർ തുടർന്നു. അതിന്റെ ഭാഗമാണ് കുഞ്ഞിന്റെ ആ വീഴ്ച പോലും. തിരികെ അവളെ അവിടെയാക്കി തിരിച്ചു വന്നെങ്കിലും ഉറക്കം നഷ്ടപ്പെട്ടു അച്ഛൻ്റെ. അതവസാനിച്ചത് രാഹുലുമായുള്ള അവളുടെ വിവാഹത്തിലാണ്. ഒരു ശല്യം ഒഴിവാക്കുന്ന സന്തോഷത്തോടെ അവളുടെ ഭർത്തൃ വീട്ടുകാർ അവളെയും കുഞ്ഞിനെയും കൈയൊഴിഞ്ഞു. ഇന്നായിരുന്നു അവരുടെ വിവാഹം. മോനെ, കുഞ്ഞിനെയും അടക്കി പിടിച്ച് തൻ്റെ ദേഹത്ത് ചാരിക്കിടക്കുന്നവനെ മെല്ലെ വിളിച്ചച്ഛൻ. പറഞ്ഞു വച്ചാ കണ്ണടച്ചു തന്നെ പറഞ്ഞവൻ, അതല്ല, നീ ഇപ്പോഴും പറയാറില്ലേ നിന്റെ സങ്കല്പം, അത് നടന്നില്ല അല്ലേ? സങ്കടം തിങ്ങിയിരുന്നു അച്ഛനിൽ. ആര് പറഞ്ഞു? അവൻ്റെ മുഖത്തും ചോദ്യത്തിലും കുസൃതി നിറഞ്ഞു. എൻ്റെ സങ്കല്പം പോലെ തന്നെയാണച്ചാ അവളും മോനും എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. അടിവയറിൽ മഞ്ഞു വീഴുന്ന കുളിരോടെ തന്നെ അവൾക്കെന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന അന്നു മുതൽ ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചോളാം. നിറഞ്ഞ സന്തോഷത്തോടെ അവൻ പറഞ്ഞത് കേട്ടൊരു പുഞ്ചിരി അച്ഛനിലും അകത്ത് വാതിൽ മറവിൽ നിന്ന് അവളിലും തെളിയും നേരം അവൻ കണ്ണുകളടച്ചു. അവൻ്റെ മനസ്സിൽ അന്നേരം തെളിഞ്ഞു വന്നിരുന്നു കരയുന്ന കുഞ്ഞിനെ മാറോടമർത്തി മുലപ്പാൽ കൊടുക്കുന്ന ആശുപത്രിയിലെ അവളുടെ സുന്ദര രൂപം. അവൻ്റെ സങ്കല്പം പോലെ അവൻ്റെ ഉള്ളിൽ മഞ്ഞു വീണ കാഴ്ച അതായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.